നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ചെറുവാഞ്ചേരി തണൽ അഗ്രോ ഫാം നഴ്സറിയുടെ നേതൃത്വത്തിൽ തണൽ പരിസ്ഥിതി പുരസ്കാര സമർപ്പണവും പോട്ടോറിയത്തിന്റെ ഉദ്ഘാടനവും നിയുക്ത കൂത്തുപറമ്പ് MLA PK പ്രവീൺ നിർവഹിച്ചു. ചെറുവാഞ്ചേരി തണൽ നഴ്സറി ആൻഡ് അഗ്രോ ഫാമിന്റെ പ്രഥമ തണൽ പരിസ്ഥിതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് വിനോദ് പയ്യടക്ക് നിയുക്ത കൂത്തുപറമ്പ് MLA PK പ്രവീൺ സമർപ്പിച്ചു. പുതിയതായി നിർമ്മിച്ച പോട്ടോറിയത്തിന്റെയും വിസ്റ്റേഴ്സ് ലോഞ്ചിന്റെയും ഉദ്ഘാടനവും നിയുക്ത MLA നിർവഹിച്ചു. ോടെ പറയുമ്പോൾ പന്നിയോടന്റെ ആത്മാർത്ഥമായ മനസ്സിന്റെ സമർപ്പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് 30 വർഷം കൊണ്ട് ഔഷധ സസ്യത്തിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭം ഈ വലിയൊരു പദ്ധതിയിലേക്ക് വരുത്താൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ അധികം തൊഴിലാളികളും മറ്റു ജീവനക്കാരും ഇതിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ കേരളത്തിൽ മാത്രമല്ല, കേരള സംസ്ഥാനത്തിന് പുറത്തും തണലുമായി ബന്ധപ്പെട്ട വ്യാപാര സമുച്ചയമുണ്ടാക്കാൻ ശ്രീ പന്നിയോടിന് സാധിച്ചിട്ടുണ്ട്. അതൊരു കാഴ്ചപ്പാടാണ്. ഒരാൾക്ക് ഒരു വ്യവസായം തുടങ്ങാൻ വേഗം സാധിക്കും, പക്ഷെ സ്വന്തമായ ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയൊരു പ്രയാസമായിരിക്കും. അത് മാറ്റിക്കൊണ്ടാണ് ഒരു 24 മണിക്കൂറുണ്ടെങ്കിൽ ഒരു 14 മണിക്കൂറും ഈ വ്യാപാര വ്യവസായത്തിനും മറ്റും വേണ്ടിയാണ് ശ്രീ പന്നിയോടൻ മൂപ്പരുടെ ജീവിതം സമർപ്പിച്ചിട്ടുള്ളത്.
കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ അധ്യക്ഷത വഹിച്ചു. പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ശ്രീ വിനോദ് പയ്യയുടെ പോലെ ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ നമ്മുടെ സാമൂഹിക ജീവിതവും സാംസ്കാരിക ജീവിതവും പൊതുവിൽ പാരിസ്ഥിതിക അവബോധമുള്ളതാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഏതാനും ചില വർഷങ്ങൾക്ക് ശേഷം ശുദ്ധവായു പോലും ശ്വസിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ മാറിപ്പോകും എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉഷ്ണം ഒരു തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേവലമായിട്ടുള്ള ഉഷ്ണമല്ല, ഉഷ്ണതരംഗമായിട്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെയുള്ള പ്രളയങ്ങൾ ഉൾപ്പെടെ ലോകത്താകമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മഞ്ഞുൾപ്പെടെ ഉരുകിക്കൊണ്ട് കടൽ ജലം വർദ്ധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നാനാവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിന് പാരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെടാൻ പൊതുവിൽ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു ഭാഗം കൂടിയുണ്ട്. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള ആദര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ പ്രദീപനും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള പുരസ്കാരം പാട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി പ്രദീപ് കുമാർ നിർവഹിച്ചു. ജനകീയാസൂത്രണ സാരഥികൾക്കുള്ള ആദരവ് എഴുത്തുകാരൻ സന്തോഷ് ഇല്ലോളി നിർവഹിച്ചു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ വി ഷിനിജ, ഒ കെ അനുരാധ, പാട്യം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മമ്മാലി ദിവാകരൻ, കെ സുരേഷ് കുമാർ, എൻ റീന, സൗദ ഖാലിദ്, സുഫരിയത്ത് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഒ പി ചന്ദ്രൻ മാസ്റ്റർ, സി ജി തങ്കച്ചൻ, എം സി രാഘവൻ മാസ്റ്റർ, മോഹനൻ മാനന്തേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് പന്നിയോടൻ ചന്ദ്രൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആതിര പി സി നന്ദിയും പറഞ്ഞു. തണൽ നഴ്സറിക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ലോകം കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എല്ലിനോയും വരൾച്ചയും ഒരുപോലെ കേരളത്തെ ബാധിക്കാൻ പോകുന്ന പ്രതിഭാസമാണ് എന്ന് തണൽ അഗ്രോഫാം നഴ്സറിയുടെ 30ാം വാർഷികത്തിന്റെ ഭാഗമായാണ് പുരസ്കാര സമർപ്പണവും ഓഡിറ്റോറിയം ഉദ്ഘാടനവും സംഘടിപ്പിച്ചത്. തണലിന്റെ സംഘാടകരും അതേപോലെ അതിനെ ജൂറിയെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. വിനയപൂർവ്വം ഈ അവാർഡ് സ്വീകരിക്കുന്നതായിട്ട് ഞാൻ അറിയിക്കുക. സമഗ്ര ന്യൂസ്.